Hi friends, welcome back to my channel, your online teacher. നമ്മുടെ മോഡൽ എക്സാം 16-ാം തീയതി തുടങ്ങുകയാണ് അല്ലേ. മോഡൽ എക്സാം 16-ാം തീയതി തുടങ്ങി 21-ന് +1കാർക്കും +2കാർക്കും ഒരുമിച്ച് തീരുകയാണ്. അപ്പോൾ ഇനി നമ്മുടെ കയ്യിൽ ഈ ദിവസം ഇത്രയേ ഉള്ളൂ. ഇന്നിപ്പോൾ ഫെബ്രുവരി 5-ാം തീയതിയായി. ഇനി കറക്റ്റ് 10 days ആണ് നമ്മുടെ കയ്യിലുള്ളൂ. 10 days ആയി കഴിഞ്ഞാൽ നമ്മുടെ മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഈ 16-ന് തുടങ്ങി 21-ന് എൻഡ് ചെയ്യുന്ന മോഡൽ എക്സാം നമ്മൾ എങ്ങനെ ക്രാക്ക് ചെയ്യും? ഇതുവരെ പഠിച്ചു തീർന്നിട്ടില്ല, പഠിച്ച് പകുതി പോലും ആയിട്ടില്ല. സോ ഇത് എങ്ങനെ ക്രാക്ക് ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരിക്കും നിങ്ങൾ ഇരിക്കുന്നുണ്ടാകുക. അപ്പോൾ അതിന് നിങ്ങളെ സഹായിക്കാനുള്ളൊരു ഗൈഡൻസ് എന്ന രീതിയിലാണ് മിസ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ആദ്യം മുതൽക്ക് അവസാനം വരെ കാണാൻ വേണ്ടിയിട്ട് നോക്കാം. സോ നമുക്കിവിടെ 6 subjects ആണ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. 6 subjects. ദെൻ അതിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 5 ആക്കി അതിനെ മിനിമൈസ് ചെയ്യാം. അത് സെക്കൻഡ് ലാംഗ്വേജ് പ്രട്ടി സിമ്പിൾ ആണ്. കുറച്ച് ഒന്ന് ട്രൈ ചെയ്താൽ നമുക്ക് സെക്കൻഡ് ലാംഗ്വേജ് കിട്ടും. സെക്കൻഡ് ലാംഗ്വേജിനൊന്നും നമ്മൾ ഫെയിൽ ആവില്ലല്ലോ. അപ്പോൾ നമുക്ക് 5 സബ്ജക്റ്റ് ആണ് ഉള്ളത് എന്നുള്ളത് നമുക്ക് അങ്ങനെ കൺസിഡർ ചെയ്യാം. ഈ 5 സബ്ജക്റ്റ് 10 ദിവസം കൊണ്ട് വേണം പഠിച്ചു തീർക്കാൻ വേണ്ടിയിട്ട്. സോ ശരിക്കും പറഞ്ഞാൽ ഒരു സബ്ജക്റ്റിന് നമ്മുടെ കയ്യിൽ എത്ര ദിവസമേ ഉള്ളൂ? 2 days മാത്രമേ ഉള്ളൂ. സോ 2 days കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റുമോ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരിക്കും നിങ്ങൾ ഉണ്ടാകുക. അപ്പോൾ ഇവിടെ നിങ്ങൾ മറക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ 21-ാം തീയതി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ 22 ഉണ്ട്, 23 ഉണ്ട്, 24 ഉണ്ട്, 25, 26, 27, 28. 1, 2, 3, 4, 5, 6, 7 days മോർ ഇവിടെ നമുക്കുണ്ട്. പക്ഷെ അത് എക്സാം കഴിഞ്ഞിട്ടല്ലേ മിസ്സേ? എക്സാം കഴിഞ്ഞിട്ടാണ്. അതവിടെ നിൽക്കട്ടെ പറയാം. അപ്പോൾ 7 days ഇവിടെ ഉണ്ട്, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ 2 ദിവസം കൊണ്ട് വേണം ഒരു സബ്ജക്റ്റ് പഠിച്ചു തീരാൻ വേണ്ടിയിട്ട്. ഓൾറെഡി ആദ്യമേ പഠിച്ചു വന്ന പിള്ളേരാണെങ്കിൽ ഓക്കെയാണ്, 2 ദിവസം കൊണ്ട് റിവിഷൻ ചെയ്ത് പരിപാടി കഴിയും. അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ തീരില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ 2 days കൊണ്ട് മാക്സിമം എത്രത്തോളം ചാപ്റ്റേഴ്സ് പഠിച്ച് നിങ്ങളെ കൊണ്ട് തീർക്കാൻ പറ്റുമോ അത്രയും പഠിക്കാം. നമ്മുടെ യൂട്യൂബിലെ വീഡിയോസും എല്ലാം കണ്ടിട്ട് മാക്സിമം 2 days കൊണ്ട് എത്രത്തോളം തീർക്കാൻ പറ്റുമോ അത്രത്തോളം തീർക്കാം. സേ ഫോർ എക്സാമ്പിൾ ഇപ്പം എക്കണോമിക്സ് ആണെങ്കിൽ നമുക്ക് 11 ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിൽ 11 ചാപ്റ്റേഴ്സിൽ ലാസ്റ്റ് ചാപ്റ്റേഴ്സ് ഒക്കെ ചെറുതാ. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 days കൊണ്ട് അറൗണ്ട് ഒരു 7 ചാപ്റ്ററൊക്കെ എന്തായാലും പഠിച്ചു തീർക്കാൻ പറ്റും. 2 days ഫുൾ ഇരിക്കണം കേട്ടോ. 7 ചാപ്റ്ററുകളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ചെറിയ ചാപ്റ്റേഴ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് 7 ചാപ്റ്റേഴ്സോളം പറ്റും. പിന്നെ അവിടെ എത്രയുണ്ട്? 4 ചാപ്റ്റേഴ്സ് അവിടെ പെൻഡിങ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ 2 days വെച്ചിട്ട് ഓരോ സബ്ജക്റ്റും 5 വിഷയവും. ചിലപ്പോൾ ഇംഗ്ലീഷ് നേരത്തെ തീരുകയാണെങ്കിൽ അത് വെച്ച് 2 daysന് മുന്നേ ഒരു ദിവസം കൊണ്ട് ഇംഗ്ലീഷ് പഠിച്ചു തീർന്നാൽ ഈ വിഷയങ്ങളിലെ ബാക്കി ചാപ്റ്റേഴ്സ് ആ ദിവസം നമുക്ക് ടൈം ടേബിൾ ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് അങ്ങനെ സെറ്റ് ചെയ്യാം. അങ്ങനെ ഒരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് തീരാത്ത ചാപ്റ്റേഴ്സ് ഒരു പേപ്പറിൽ എഴുതി വെക്കുക. ഏതൊക്കെ വിഷയത്തിന്റെ എത്രയൊക്കെ ചാപ്റ്റേഴ്സ് തീർന്നിട്ടില്ല എന്ന് എഴുതി വെക്കുക. എഴുതി വെച്ചിട്ട് ഈ ബാക്കി 7 daysലേക്ക് പ്ലാൻ ചെയ്തിട്ട് ആ ബാക്കി വിഷയങ്ങൾ നിങ്ങൾ ഈ ബാക്കി 7 daysലാണ് പഠിച്ചു തീർക്കണ്ടേ. മിസ്സേ മോഡലിന് കുറവായിരിക്കില്ലേ മാർക്ക്? മോഡലിന് കുറഞ്ഞോട്ടെ, ഒരു പ്രശ്നവും ഇല്ല. നമുക്ക് മെയിൻ എക്സാമിന് അടിപൊളി മാർക്ക് കിട്ടിയാൽ മതി. അപ്പൊ മക്കളെ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരാഴ്ച കൊണ്ടും 7 days കൊണ്ടും അല്ലെങ്കിൽ ലാസ്റ്റ് മിനിറ്റിലൊക്കെ ഒരു മിറക്കിൾ സംഭവിച്ച് നിങ്ങളുടെ മാർക്ക് ഇൻക്രീസ് ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പ വഴി നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യலாம். ആ ഫൈനൽ റിവിഷനും ക്വസ്റ്റ്യൻ പേപ്പർ ആൻസറിങ് ഒക്കെ ഇപ്പോഴും നിങ്ങൾക്ക് കിട്ടും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. അതല്ലാത്തവർ ഈ 7 days പ്ലാൻ ചെയ്തിട്ട് ഈ 7 days ഒക്കെ നമ്മൾ കംപ്ലീറ്റ് റിവിഷനിലായിരിക്കട്ടെ നമ്മുടെ ബാച്ചിൽ. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ജോയിൻ ചെയ്യാം. 7 daysലേക്കായിട്ടല്ല, ഈ ഫെബ്രുവരിയിലേക്ക് അങ്ങനെ ജോയിൻ ചെയ്യാം. അപ്പോൾ ഈ 7 days കംപ്ലീറ്റ് ഇരുന്നിട്ട് എന്ത് ചെയ്യണം? ഈ ബാക്കി വിഷയങ്ങളുടെ തീരാത്ത ചാപ്റ്റേഴ്സ് തീർക്കണം. അതെങ്ങനെ വന്നാലും നിങ്ങൾ കഷ്ടപ്പെട്ട് തീർത്തേ പറ്റുള്ളൂ. കാരണം അത് കഴിഞ്ഞിട്ട് പിന്നെ സമയമില്ല. പിന്നെ നമ്മുടെ മാർച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കാൻ മാത്രം ഇരുന്നാൽ മതി. മാർച്ചിലിരുന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രം പഠിക്കാന്ന് വെച്ചാൽ ബാക്കി റിവിഷനൊക്കെ ഇവിടെ തീരണം. പഠിച്ച റിവിഷൻ ഇവിടെ തീരണം. ഇവിടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിങ്ങും അതുപോലെ തന്നെ ഫൈനൽ റിവിഷൻസിന് മാത്രമായിട്ട് മാർച്ച് യൂസ് ചെയ്യാം. ചില വിഷയങ്ങളുടെ ഇടയ്ക്ക് ചിലപ്പോൾ നമുക്ക് അധികം ഗ്യാപ്പ് കിട്ടും. അപ്പോൾ ഒന്നുകൂടി അധികം നമുക്ക് റിവൈസ് ചെയ്യാൻ പറ്റും. ഈ രീതിയിൽ പ്ലാൻ ചെയ്താൽ ഇനിയുള്ള 10 days കൊണ്ട് നിങ്ങൾക്ക് മിറക്കിൾ നിങ്ങളുടെ മാർക്കിൽ കൊണ്ടുവരാൻ പറ്റും. മിറക്കിൾ സംഭവിക്കും നിങ്ങളുടെ മാർക്സിൽ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഹെൽപ്ഫുൾ ആയോ എന്ന് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം കേട്ടോ. താങ്ക് യു.